ഹലോ ഓൾ വെൽക്കം ടു കേരള മാർക്കറ്റ് ഗൈഡ്. അപ്പോൾ ഗുഡ് മോർണിംഗ്. ഇന്നത്തെ പ്രീ മാർക്കറ്റ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഗ്ലോബൽ മാർക്കറ്റ് അനലൈസ് ചെയ്യുന്നു, ബാങ്ക് നിഫ്റ്റി ലെവൽസ് നോക്കുന്നു. ശേഷം നമ്മൾ ഇന്നത്തെ സ്റ്റോക്സും റിസൾട്ട് ബേസ്ഡ് ഏറ്റവും ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്ത സ്റ്റോക്കുകളെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്ന് ഗ്ലോബൽ മാർക്കറ്റ് നോക്കുക. ആദ്യം തന്നെ US മാർക്കറ്റ് ഡൗൺ തന്നെയാണ്. ഒരു S&P ഡോ ജോൺസ് ഫ്യൂച്ചറും പോസിറ്റീവ് ആയെങ്കിൽ പോലും US മാർക്കറ്റ് ഒരു സ്ട്രെങ്തോടു കൂടി നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു അപ്സൈഡ് മൊമെൻറ്റ് ഇതുവരെ തന്നിട്ടില്ല. സോ പല സ്റ്റോക്സും അണ്ടർ പെർഫോം ചെയ്യുന്ന ആയിരുന്നു എന്ന് തന്നെ പറയാം നാസ്ഡാക്കിലൊക്കെ. സോ ആൻഡ് യൂറോപ്യൻ മാർക്കറ്റ്സ് നോക്കുവാണെങ്കിൽ പോസിറ്റീവായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ആൻഡ് ഗിഫ്റ്റ് നിഫ്റ്റി നെഗറ്റീവ് ട്രേഡിംഗ് ആണ് ചെയ്യുന്നത്. സോ നമുക്കൊരു ചെറിയ ഗ്യാപ് ഡൗൺ അല്ലെങ്കിൽ ഒരു ന്യൂട്രൽ ഓപ്പണിംഗ് ആയിരിക്കാം നമ്മൾ ഗിഫ്റ്റ് നിഫ്റ്റി ഇങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് പെർഫോം ചെയ്യുന്നത്. മറിച്ച് ഗിഫ്റ്റ് നിഫ്റ്റി കുറച്ചും കൂടെയൊക്കെ ഒരു അപ്സൈഡ് പോകുകയാണെങ്കിൽ ഒരു ചെറിയ ഗ്യാപ്പ് അപ്പം പ്രതീക്ഷിക്കാം. നിലവിൽ ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിന് അല്ലെങ്കിൽ ഒരു ന്യൂട്രൽ ഓപ്പണിങ്ങിനാണ് പോസിബിലിറ്റി ഉള്ളത്. അപ്പോൾ അതിൻ്റെ ജാപ്പനീസ് മാർക്കറ്റ്സ് എല്ലാം ന്യൂട്രൽ രീതിയിലാണ് ട്രേഡ് ചെയ്യുന്നത്. സോ ബ്രന്റ് ക്രൂഡ് ഡൗൺ ആണ് ആൻഡ് ഗോൾഡ് ഈസ് സ്ലൈറ്റ്ലി അപ്സൈഡ്. ഓക്കെ, അപ്പോൾ നമുക്കിനി കൂടുതൽ ചർച്ച ചെയ്യേണ്ടത് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയെ കുറിച്ചിട്ടാണ്. സോ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി എന്ന് പറയുന്നത് ഇന്നലെയും നിഫ്റ്റിയിൽ അപ്സൈഡ് മൂവ്മെൻറ്റ് തന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് നിഫ്റ്റിയിൽ നമ്മൾ ഇനി പ്രതീക്ഷിക്കുന്ന മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഒരു ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതാണ്. സോ നമ്മുടെ ബീഹാർ റിസൾട്ട് വരുന്നുണ്ട്. ബീഹാറിൻ്റെ സ്റ്റേറ്റ് റിസൾട്ടിന് ശേഷം മാർക്കറ്റിൽ ഒരു മൂവ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം. കാര്യം എല്ലാവരും കരുതും ബീഹാർ ചെറിയ സ്റ്റേറ്റിൽ അവിടെ വലിയ ഇൻഡസ്ട്രീസ് ഒന്നും ഇല്ലല്ലോ. ബട്ട് നമുക്ക് ഇതിന് എങ്ങനെയാണ് ഇത് നമ്മുടെ മാർക്കറ്റിനെ ബാധിക്കുന്നത് നമ്മൾ ചിന്തിക്കും. ബട്ട് നമ്മൾ ഒരു വിധത്തിൽ ചിന്തിച്ച് നോക്കിയാൽ ബീഹാർ അല്ലെങ്കിൽ JDU ആൻഡ് BJP ഒരു കോലേഷൻ ഗവൺമെൻറ് ആണ് ബീഹാറിൽ ഭരിക്കുന്നത്. ആൻഡ് JDUയുടെ സപ്പോർട്ട് കൂടിയാണ് കേന്ദ്രഭരണവും നടക്കുന്നത്. സോ ബീഹാറിൽ എന്തെങ്കിലും ഒരു ഇലക്ഷൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ BJPക്ക് ഒരു ഡിഫീറ്റ് ഉണ്ടായാലോ അല്ലെങ്കിൽ ആ ഒരു ഗവൺമെൻറ്റിൻ്റെ ഫോർമേഷൻ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സ്റ്റെബിലിറ്റിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അപ്പോൾ നമ്മൾ അത് സംബന്ധിച്ച് ഇൻഡസ്ട്രീസിലെ ആളുകളും എല്ലാവരും നോക്കിക്കാണുന്ന ഒരു ഇലക്ഷൻ തന്നെയാണ് ബീഹാർ ഇലക്ഷൻ എന്ന് പറയുന്നത്. കാര്യം JDU ഒരു പ്രധാന പാർട്ട്ണറാണ് ആരുടെ BJP ഗവൺമെൻറ്റിൻ്റെ. സോ എന്തായാലും അവിടുത്തെ ഒരു ഇലക്ഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ നിൽക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും ബീഹാർ ഇലക്ഷന് ശേഷം നമുക്കൊരു ഓൾ ടൈം ഹൈ മാർക്കറ്റിൽ ഉണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സോ നിങ്ങൾക്ക് അതിൽ വേറെ എന്തെങ്കിലും ഡിസിഷൻസ് നിങ്ങൾക്ക് ഇൻഡിവിജ്വലി കാണാം. സോ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞത് ബീഹാർ ഇലക്ഷന് ശേഷമായിരിക്കും ഒരു ഓൾ ടൈം ഹൈക്ക് സാധ്യത. മേ ബി ഇന്നോ നാളെയോ മറ്റന്നാളോ ആയിട്ടൊക്കെ ആ ഒരു മൊമെൻറ്റം നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും കഴിഞ്ഞ 4 ദിവസമായിട്ട് മാർക്കറ്റ് ഒരു അപ്സൈഡ് മൊമെൻറ്റം തരുന്നുണ്ടല്ലേ. എന്തായാലും ഇന്നലത്തെ ഒരു ഗ്യാപ്പ് അപ്പ് നിലനിന്നുകൊണ്ട് തന്നെയാണ് അപ്സൈഡ് മൊമെൻറ്റം തരുന്നത്. സോ ഇന്നത്തെ ഒരു ട്രേഡിംഗ് എങ്ങനെയായിരിക്കും നമ്മളൊരു മൈന്യൂട്ട് ലെവലിൽ പരിശോധിക്കുമ്പോഴത്തേക്കും അടുത്തിനി മാർക്കറ്റ് ഒരു ഡിസിഷൻ തന്നിട്ടുണ്ടായിരുന്നു. എന്താണ്, മാർക്കറ്റ് ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്തതോടെ സ്ട്രക്ചറലി അപ്സൈഡ് പോകാനുള്ള ഒരു ഡിസിഷൻ തന്നിട്ടുണ്ടായിരുന്നു. സോ ഒരു പോസിബിലിറ്റി ഞാൻ കാണുന്നത് മേ ബി ഇന്ന് ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യാം. 26,108 എന്നുള്ള ഒരു ഏരിയ ബ്രേക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി എന്തായാലും ഉണ്ട്. മറിച്ച് മാർക്കറ്റ് ചെറിയ ഒരു ഡൗൺ സൈഡ് തരുവാണെങ്കിൽ ഫസ്റ്റ് ഡിമാൻഡ് ഏരിയ ആയിട്ട് 25,750 to 780 റേഞ്ച് ആക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ആൻഡ് ആ ഏരിയയും ബ്രേക്ക് ചെയ്ത് ഡൗൺ സൈഡ് വരികയാണെങ്കിൽ ഈ ഒരു ഇന്നലത്തെ ആ ഒരു ഗ്യാപ്പ് അപ്പ് തന്ന പോർഷൻ ഈ ഒരു ഏരിയയിലും മാർക്കറ്റ് ഡിമാൻഡ് എടുക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട് 25,704. ആൻഡ് അത് പറയാൻ കാര്യമെന്ന് പറയുന്നത് അതിൻ്റെ തൊട്ട് മുകളിലുള്ള ഏരിയ എന്ന് പറയുന്നത് ലിക്വിഡിറ്റിയൊക്കെ ഹണ്ട് ചെയ്ത് മാർക്കറ്റ് പോയ ഏരിയ ആണ്. ഇതാകണ്ടില്ലേ 25,650 എന്നുള്ള സോണ് മാർക്കറ്റിലെ ഇമ്പോർട്ടൻറ്റ് സോണായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു 2 ഏരിയ സ്ട്രോങ് ഡിമാൻഡായിട്ട് തന്നെ ആക്ട് ചെയ്യാൻ പോസിബിലിറ്റി ഉണ്ട്. ആൻഡ് ഈ ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്യാനുള്ള ഒരു റണ്ണിനിടയിൽ ഈ ഒരു ഏരിയയിലേക്ക് വരാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. മേ ബി ഒരു ചെറിയ ഡൗൺ സൈഡ് അത് മാത്രമേ നമ്മൾ പ്രതീക്ഷിക്കുന്നുള്ളൂ. ആൻഡ് ഞാൻ ഈ ഒരു ഇന്നലത്തെ സ്വിംഗ് ഹൈയും മാർക്കറ്റിൽ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാം. കാര്യം അതിന് മുന്നേ കണ്ടില്ല ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ നിന്നാണ് മാർക്കറ്റ് താഴെ പോയത്. സോ ഇന്നലത്തെ ഈ സ്വിംഗ് ഹൈയും കൂടെ മാർക്കറ്റ് ലിക്വിഡിറ്റി ഏരിയയായിട്ട് ആക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലെ വ്യൂ കൂടെ ഒന്ന് നോക്കാം. അപ്പം ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിലും ഓൾ ടൈം ഹൈക്ക് നിയർ ബൈ തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത്. മാർക്കറ്റിന് ഈ ഒരു ഏരിയ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. ഈ ഒരു ഏരിയ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഇന്നലത്തെ ഡേ ഹൈ അതിൻ്റെ മുന്നത്തെ ക്യാൻഡിൽ നിങ്ങളൊന്ന് നോക്കിയേ. ഈ ഡേ ഹൈയിൽ വന്ന ഈ ഒരു വലിയ സെല്ലിംഗ് പ്രഷർ നിങ്ങൾ കണ്ടോ. സോ ആ ഒരു സെല്ലിംഗ് പ്രഷർ ഇന്നും തുടരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ ഇത്രയും സ്ട്രെങ്ത് ഉള്ളൊരു സെല്ലിംഗ് ആയതുകൊണ്ട് തന്നെ മേ ബി മാർക്കറ്റ് ഇവിടെ വരുമ്പോൾ നേരത്തെ വീണ്ടും ഒരു സെല്ലിംഗ് പ്രഷർ ഉണ്ടായേക്കാം. സോ ആ ഒരു സെല്ലിംഗ് പ്രഷർ മാർക്കറ്റ് അതിജീവിക്കേണ്ടതായിട്ടുണ്ട്. ഈ ഒരു ഏരിയ എന്ന് പറയുന്ന ഓൾ ടൈം ഹൈക്ക് നിയർ ബൈ ആയതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ഒരു സെല്ലിംഗ് പ്രഷർ ഉണ്ടാവുന്നത് അത് സ്വാഭാവികമാണെന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കുക. അല്ലാതെ വലിയൊരു സെല്ലിംഗ് ആയിട്ട് വരുമോ ഇല്ല എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല. ആൻഡ് നമുക്ക് ആ ഒരു ഡിമാൻഡ് ഈ ഒരു സെല്ലിംഗ് പ്രഷറിനെ അതിജീവിക്കാൻ മാർക്കറ്റിനുള്ള സോൺസ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ് 58,000. ഈ 58,000 എന്ന് പറയുന്നത് ബയേഴ്സിൻ്റെ കൺട്രോൾ ആക്കാൻ പറ്റിയ ഒരു ഏരിയയാണ് 58,000. സോ മാർക്കറ്റിൽ ഒരു സ്ട്രെങ്സ് ഉണ്ടെങ്കിൽ
മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ 58,000 എന്നുള്ള ഏരിയയിൽ നിന്ന് ബയേഴ്സിന് കൺട്രോൾ ചെയ്യാൻ കഴിയും. സോ നമുക്കറിയാം നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് ആ ഒരു പോസിബിലിറ്റീസിനെയാണ് നമ്മൾ മനസ്സിലാക്കി ട്രേഡ് ചെയ്യേണ്ടത്. സോ ഞാൻ ഈ 2 ഏരിയയും മാർക്കറ്റിൽ മാർക്ക് ചെയ്തിടുകയാണ്. ആൻഡ് 5 മിനിറ്റ്സിലേക്കും കൂടെ ഒന്ന് പോകാം. മൈന്യൂട്ടായിട്ട് എന്തെങ്കിലും കാണാൻ കഴിയുമെന്ന് നോക്കാം. 5 മിനിറ്റ്സിൽ പോകുമ്പോഴും മാർക്കറ്റ് ഈ ഒരു ഏരിയയിലേക്ക് വരാനുള്ള പോസിബിലിറ്റി കുറവാണ്. ബട്ട് ഈ ഒരു ഡിമാൻഡ് നമുക്ക് ഹോൾഡ് ചെയ്യുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഓക്കെ, ശേഷം ഇന്നത്തെ സ്റ്റോക്സും റിസൾട്ട് ബേസ്ഡ് കാര്യങ്ങളും നമുക്ക് സംസാരിക്കാം. നോക്കുകയാണെങ്കിൽ ഇന്ന് കുറച്ചധികം സ്റ്റോക്സിന്റെ റിസൾട്ട് വരുന്നുണ്ട്. ഹീറോ മോട്ടോകോപ്പ്, ഐഷ മോട്ടോഴ്സ്, LG ഇലക്ട്രോണിക്സ്, ആൽക്കൻ ലബോറട്ടറീസ്, സിപ്ക ലബോറട്ടറീസ് ആൻഡ് നാഷണൽ സെക്യൂരിറ്റി ഡെപ്പോസിറ്ററി, വോൾട്ടാസ്, അപ്പോളോ ടയേഴ്സ്, ഭാരത് ഡൈനാമിക്സ്, ബിൽകോൺ, GMR എയർപോർട്ട്സ്, ജുബിലന്റ് ഫുഡ് വർക്ക്, സമർവർദ്ധന മദേഴ്സ് ഇന്റർനാഷണൽ, മുത്തൂറ്റ് ഫിനാൻസ്, NBCC ഇന്ത്യ, ന്യൂ ഇന്ത്യ ഇൻഷുറൻസ്, ഓർക്ല ഇന്ത്യ, പേജ് ഇൻഡസ്ട്രീസ്, PG ഇലക്ട്രോപ്ലാസ്റ്റ്, ടിറ്റിക റെയിൽവേ സിസ്റ്റം, TVS സപ്ലൈ ചെയിൻ സൊല്യൂഷൻസ്, അങ്ങനെ കുറച്ച് കമ്പനികളുടെ റിസൾട്ട് വരുന്നുണ്ട്. സോ ടിറ്റിക്കാർക്കൊക്കെ ഒരുപാട് പേര് ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്സ് ആണെന്ന് നമുക്കറിയാം. അപ്പം എല്ലാവരും ഒന്ന് കെയർഫുൾ ആയിട്ട് ഇരിക്കുക. ഓക്കെ, അപ്പോൾ ഇന്നലെ വന്ന റിസൾട്ടുകളിൽ കുറച്ച് റിസൾട്ട് വളരെ എക്സെപ്ഷണൽ ആയിട്ട് എനിക്ക് തോന്നി. ആ റിസൾട്ടുകളെ കുറിച്ച് നമുക്ക് സംസാരിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ആദ്യത്തേത് നമോ വേസ്റ്റ് മാനേജ്മെന്റ് ആണ്. ഇപ്പോൾ കമ്പനി നോക്കുകയാണെങ്കിൽ വളരെ പോസിറ്റീവ് റിസൾട്ടാണ് ഉണ്ടായിരുന്നത്. പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 758 കോടിയിൽ നിന്നും 3183 കോടിയിലേക്ക്, അതായത് 319% മീൻസ് പെർസെൻ്റ് ആണ് ആ സ്റ്റോക്കിൽ പ്രോഫിറ്റ് ഉണ്ടായത്. കാര്യം അതൊരു വല്ലാത്തൊരു എന്താ പറയുക ഫിഗർ ആണല്ലേ. അതിൻ്റെ റവന്യൂ ഗ്രോത്തും നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. ടാക്സ് എക്സ്പെൻസ് ഓൾസോ ഫോൾ ചെയ്തിട്ടുണ്ട്. ലോയിഡ്സ് മെറ്റലിൻ്റെ ആണെങ്കിൽ പ്രോഫിറ്റും റവന്യൂ സ്പൈക്ക് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ ഈ വേസ്റ്റ് മാനേജ്മെൻറ്റ് നമുക്കൊന്ന് വാച്ച് ലിസ്റ്റിലിട്ട് പഠിക്കാൻ ശ്രമിക്കാം. പ്രസ്റ്റീജ് എസ്റ്റേറ്റ് പ്രോജക്ട്സ് അതിൻ്റെ പ്രോഫിറ്റും റവന്യൂവും കുറഞ്ഞിട്ടുണ്ട്, സോ കൂടിയിട്ടുണ്ട്. ആൻഡ് കൊച്ചിൻ ഷിപ്പ് യാർഡിൻ്റെ പ്രോഫിറ്റ് സ്ലൈറ്റ്ലി കുറഞ്ഞിട്ടുണ്ട്. ആൻഡ് റവന്യൂ ഓൾസോ ചെറിയ ഡിക്ലൈൻ ഉണ്ട്. സോ അടുത്ത ക്വാർട്ടറുകളിൽ ആ ഒരു ഓർഡേഴ്സ് എല്ലാം വരുമ്പോഴത്തേക്കും കൊച്ചിൻ ഷിപ്പ് യാർഡ് റെഡിയായി വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നസറ ടെക്നോളജീസ് ആണെങ്കിൽ ലോസ് കുറഞ്ഞിട്ടുണ്ട്. സ്റ്റാൻഡ്സ് ലോസ് അറ്റ് 33.9 crores വിസസ് പ്രോഫിറ്റ് അറ്റ് 18.1 crore ആണ്. ഓക്കെ, ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ്റെ ആണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് റവന്യൂ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. സയൻസാറ എഞ്ചിനീയറിംഗിൻ്റെയും പ്രോഫിറ്റ് ആൻഡ് റവന്യൂ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഒരു പ്രോഫിറ്റ് സ്റ്റോക്ക് എൻറ്ററോ ഹെൽത്ത് കെയർ സൊല്യൂഷനാണ്, പ്രോഫിറ്റ് ആൻഡ് റവന്യൂ സോൾവ് ചെയ്തിട്ടുണ്ട്. എൻഡുറൻസ് ടെക്നോളജിയിലും പ്രോഫിറ്റ് ആൻഡ് റവന്യൂ ഗ്രോത്ത് ഉണ്ട്. ഇർക്കോണിന് പ്രോഫിറ്റ് സ്ലൈറ്റ്ലി കുറഞ്ഞിട്ടുണ്ട്, ബട്ട് റവന്യൂ ഓൾസോയും ഒരു സ്ലൈറ്റ്ലി കുറവ് കാണിക്കുന്നുണ്ട്. ശേഷം ദീപക് നൈട്രേറ്റ് ആണ്, എല്ലാവർക്കും അറിയാം, പ്രോഫിറ്റ് സ്ലൈറ്റ്ലി കുറവുണ്ട്. ആൻഡ് റവന്യൂ ഓൾസോ സ്ലിപ്പ് ചെയ്തിട്ടുണ്ടെന്നുള്ള ന്യൂസ് ഉണ്ട്. ആൻഡ് ഡാറ്റ പാറ്റേൺസ് ഇന്ത്യ നമ്മുടെ ഒരു സ്റ്റോക്കാണ്, നമ്മൾ വാച്ച് ലിസ്റ്റ് ഇട്ടിട്ടുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. നമ്മുടെ ദീപാവലിയിൽ നമ്മൾ ഈ സ്റ്റോക്ക് പഠിച്ചിട്ടുണ്ടായിരുന്നു. പ്രോഫിറ്റ് ആൻഡ് റവന്യൂ ഗ്രോത്ത് ഉള്ളതായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. HG ഇൻഫ്രയിൽ പ്രോഫിറ്റ് ലൈറ്റ്ലി കുറഞ്ഞിട്ടുണ്ട്, ബട്ട് റവന്യൂവിൽ ഇൻക്രീസ് ഉണ്ട്. ആൻഡ് ഇതിൽ നമ്മളിനി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് ഇന്ദ്രപ്രസ്ഥ ഗ്യാസ് ആണ്. പ്രോഫിറ്റ് സ്ലൈറ്റ്ലി ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. ആൻഡ് റവന്യൂവിൽ ബട്ട് ഒരു ഗ്രോത്ത് കാണിക്കുന്നുണ്ട്. ഗുജറാത്ത് നർമ്മദ വാലി GNFC എന്ന് പറഞ്ഞ സ്റ്റോക്കിലാണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് റവന്യൂ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. സ്പൈസ് ജെറ്റ് ഒരുപാട് പേര് കേട്ടിട്ടുണ്ടായിരിക്കും, അത് ലോസിൽ തന്നെ ഓടുന്ന സ്റ്റോക്കാണ്. ആൻഡ് റവന്യൂവിലും ലോസിലും മീൻസ് കുറവ് തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ലോസ് കൂടിയിട്ടുമുണ്ട്. ശേഷം നമ്മളിന്ന് വാച്ച് ചെയ്യേണ്ട സ്റ്റോക്സ് ഇത്രയും തന്നെയാണ്. നമുക്ക് വേണമെങ്കിൽ ഈ നമോ വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ ചാർട്ട് ഒന്ന് നോക്കാം. ഞാൻ ഇതുവരെ ചെക്ക് ചെയ്തിട്ടില്ല നമോ വേസ്റ്റ് മാനേജ്മെൻറ്റ്. അപ്പോൾ അതൊന്ന് പഠിക്കേണ്ട സ്റ്റോക്കാണ്. ഇത്രയും പ്രോഫിറ്റ് ഉണ്ടാക്കിയ ഈ കമ്പനിയിൽ എന്താണ് നടക്കുന്നതെന്ന് നമുക്ക് അറിയേണ്ടതായിട്ട് ആവശ്യമുണ്ട്. അപ്പോൾ മന്ത്ലി ചാർട്ട് നമുക്കൊന്ന് ആദ്യം എടുത്ത് നോക്കാം. അപ്പോൾ ഒരു പുതിയ കമ്പനി ആയതുകൊണ്ട്, IPO കമ്പനി ആയതുകൊണ്ട് തന്നെ മന്ത്ലി ചാർട്ട് നമുക്ക് ഇടാം. 2025 ഇട്ടത്. വീക്കിലിലൊക്കെ അത്യാവശ്യം നല്ല ബൈയിങ് പ്രഷർ ഈ കമ്പനി കാണിക്കുന്നുണ്ട്. മേ ബി ഇന്ന് ഗ്യാപ്പ് അപ്പ് ആവാൻ സാധ്യത. ഇത്രയും നല്ല റിസൾട്ട് വന്ന സ്ഥിതിക്ക് ഈ സ്റ്റോക്ക് ഇന്നൊരു ഗ്യാപ്പ് അപ്പ് ആവാനാണ് പോസിബിലിറ്റി ഉള്ളത്. നല്ലൊരു സ്ട്രക്ചറാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇതിൻ്റെ ഹൈ വരുന്നത് എത്ര റേഞ്ചിലാണെന്ന് ചോദിച്ചാൽ 282 റേഞ്ചിലാണ് ഇതിൻ്റെ ഹൈ വരുന്നത്. നിലവിൽ 250 റേഞ്ചിലാണ് ട്രേഡ് ചെയ്യുന്നത് അല്ലേ. സോ നമുക്ക് എന്തായാലും വാച്ച് ലിസ്റ്റിൽ ഇടാം. നല്ലൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി വരുമ്പോഴത്തേക്കും ഇതിലും ഒരു ട്രേഡ് നമുക്ക് ഇനിഷ്യേറ്റ് ചെയ്യാൻ ശ്രമിക്കാം. ആൻഡ് ഇന്ന് എന്തായാലും ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിന് പോസിബിലിറ്റി ഉണ്ട്. ഇത്രയും നല്ലൊരു സ്റ്റോക്ക് ഇത്രയും നല്ല രീതിയിൽ പെർഫോം ചെയ്തുകൊണ്ട് തന്നെ. സോ എന്തായാലും വാച്ച് ലിസ്റ്റിൽ ഇട്ട് വെച്ചേക്കാം നമോ വേസ്റ്റ് മാനേജ്മെൻറ്റ്. നമുക്ക് റീട്രസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും സ്റ്റോക്സുകൾ ഒന്നും നമുക്ക് ഒരുപാടൊന്നുമില്ല. മറിച്ച് നമ്മളിന്ന് എന്തായാലും ഇന്നൊരു ദിവസം ഞാൻ എന്തായാലും കെയർഫുൾ ആയിരിക്കും. ബീഹാറിൻ്റെ റിസൾട്ട് വന്ന ശേഷം കുറച്ച് അഗ്രസീവായിട്ട് ട്രേഡ് ചെയ്യാന്നുള്ള മൈൻഡ് സെറ്റിലായിരിക്കും ഞാൻ നിൽക്കുന്നത്. ആൻഡ് കാരിസിൽ ലിമിറ്റഡ് നമ്മൾ ചർച്ച ചെയ്ത കമ്പനിയാണ്. കാരിസിൽ നല്ല രീതിയിൽ ട്രേഡ് എടുത്ത് പ്രോഫിറ്റ് റൺ ചെയ്യുകയാണ്. നമ്മൾ 980 റേഞ്ച് 960 റേഞ്ചിലാണ് ട്രേഡ് എടുത്തത്. ആൻഡ് നിലവിൽ ഈ സ്റ്റോക്ക് 1024 വരെ പോയിട്ടുണ്ട്. അതിൻ്റെ ഹൈ എന്ന് പറയുന്നത് 1144 സോ ഈ റേഞ്ചിലോട്ടൊക്കെ പോകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ.
ശേഷം ഞാൻ വാച്ച് ചെയ്യുന്ന സ്റ്റോക്ക് GAEL ആണ്. ഇപ്പോൾ GAEL ഒരിക്കൽ ബ്രേക്ക്ഔട്ട് പോസിബിലിറ്റി തന്ന ശേഷം മാർക്കറ്റ് എന്താ പറയുക ആ ഒരു ഏരിയയിൽ തന്നെ കൺസോളിഡേറ്റ് ചെയ്യുകയാണ്. അപ്പം GAEL നല്ലൊരു സ്ട്രെങ്ത് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഈ സ്റ്റോക്കിന്. എപ്പോഴാണ് 130 ബ്രേക്ക് ചെയ്താൽ ഞാൻ സ്ട്രെങ്ത് പ്രതീക്ഷിക്കുന്നുണ്ട്. ആൻഡ് ഈ 100 റേഞ്ചിന് താഴെ ഒരു നല്ല സപ്പോർട്ടുണ്ട്. ഈ ഒരു സപ്പോർട്ടിൽ നിന്ന് മാക്സിമം കൺസോളിഡേറ്റ് ചെയ്യുന്നുണ്ട്. സോ അക്യുമുലേഷൻ ഹാപ്പനിങ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഗുജറാത്ത് അംബുജ എക്സ്പോർട്സ് ലിമിറ്റഡ്. അപ്പോൾ 113 മുകളിലായിരിക്കും ഞാൻ നല്ലൊരു മൊമെൻറ്റം പ്രതീക്ഷിക്കുന്നത്. എന്തായാലും വാച്ച് ലിസ്റ്റിൽ ഇട്ടേക്കാണ് GAEL. ഇപ്പോൾ നിങ്ങൾക്ക് ഈ സ്റ്റോക്കിനെ കുറിച്ചൊക്കെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടാം, നമ്മളത് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് നമുക്ക് വൈകിട്ട് ഇന്നത്തെ ഡൗട്ട് ക്ലിയറിംഗ് സെഷൻ വൈകിട്ടാക്കാം. വൈകിട്ട് കുറച്ചും കൂടെ സ്റ്റോക്സ് നമുക്ക് പഠിക്കാൻ ശ്രമിക്കാം. അപ്പോൾ ഇന്ന് വൈകിട്ടായിരിക്കും ഇന്ന് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് വരുന്നത്. കാര്യം നമ്മൾ കൂടുതൽ ട്രേഡ്സ് ഇന്ന് എന്തായാലും എടുക്കാൻ പോകുന്നില്ല. സോ അതുപോലെ വൈകിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇന്നലെ ചോദിച്ച ഡൗട്ട്സ് എല്ലാം വൈകിട്ടത്തെ സെഷനിൽ നമുക്ക് ക്ലിയർ ചെയ്യാവുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ താങ്ക് യു.